പട്ടിയുടെ പട്ടിയുടെ റോബോട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പൊ ഉള്ളത് കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്ന ഓഷൻ എക്സ്പോയിലാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ഞങ്ങൾ അകത്ത് കയറി ഫസ്റ്റ് നല്ല അടിപൊളി സ്ഥലമാണ്. കുറെ ബേർഡ്സും ഇത് കണക്ക് ഇതെന്തൊരു പറയുന്നത് എനിക്കറിയത്തില്ല. ഇത് കണക്ക് ഒരു രഥം പോലെ ഒരു സാധനം അപ്പുറത്തുണ്ട്. അപ്പൊ ഞങ്ങൾ അതിലേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. നമ്മൾ ആദ്യം വന്നപ്പോ ബേർഡ്സ് കണ്ടില്ല. പെട്ടെന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഒരു ഒരു വെള്ള തത്തമ്മ ഇങ്ങനെ അടുത്തൂടെ പോയി ആയിരിക്കും. പേടിച്ചു പോയത്. അങ്ങനെ അപ്പോഴാണ് ഞങ്ങൾ ഇതിനെയൊക്കെ ശ്രദ്ധിക്കുന്നത്. പറന്ന് നടക്കൂടെ, എല്ലാം ഇങ്ങനെ പറന്ന് നടക്കും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ പോകുന്നത് നമ്മുടെ റോബോട്ടിന്റെ സെക്ഷനിലാണ് കേട്ടോ. പട്ടിയുടെ റോബോട്ടാണ്. ഇത് പട്ടിയുടെ റോബോട്ടാണ് കേട്ടാ. ഇതിന്റെ പേര് ഗോറ്റു എന്നാണ്. പിന്നെ നമ്മളിത് കൂടുതൽ വയ്ക്കുന്ന സെക്യൂരിറ്റി പർപ്പസിന്, അതായത് വീട്ടില് നായ്ക്കുട്ടിക്ക് പകരം നമ്മൾ ഇതിനെ നിർത്തുക. അതായത് ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ കൺട്രോളിംഗ് ആണ്, തനിയെ ചെയ്തോളും. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണ്, നമ്മുടെ ഫോണിൽ തന്നെ വീഡിയോ റെക്കോർഡിങ്. പിന്നെ നമ്മളല്ലാതെ കയറി കഴിഞ്ഞാൽ അലാറം കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ തന്നെ ജസ്റ്റ് റിങ് ചെയ്യും. പിന്നെ വാട്ടർ പ്രൂഫാണ്, മഴയത്ത് നിന്നോളും, എത്ര കാലം വേണമെങ്കിലും നിന്നോളും. ഇതിലൊരു 2 വെർഷനാണ്. അതായത് ഇത് എയർ, അത് പ്രോയാ. അത് ഫുള്ള് കാര്യം ചെയ്യും. നമ്മൾ വോയിസ് പോയി നമ്മൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു 4 lakhs. ഇതിന്റെയൊക്കെ 3 എണ്ണം ഉണ്ട്. 3 എണ്ണം അത് എയർ ആണ്, അത് എയർ വെർഷനാണ്. അതിലൊരു 4 lakhs മേളിൽ പോകും. പിന്നെ ഇത് വരുന്നത് ഒരു 8 lakhs അടുപ്പിച്ച് വരും റേറ്റ്. വെൽക്കം ചെയ്യാനും ഓഫീസിലെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഹ്യൂമനോയിഡ് ആണ്. നമ്മൾ ഹ്യൂമൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 5 lakhs ഒക്കെ വരും. ഡെലിവറി ബോട്ടാണ്. ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൽ പോയി ഫുഡ് ഡെലിവറി ചെയ്യാനാണ്. അത് അറൗണ്ട് ഒരു 12 lakhs. ബാംഗ്ലൂര് പിന്നെ കൊച്ചിയിലൊരു റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യുന്നു. ഫുഡ് ഡെലിവറി ചെയ്യുന്ന സാധനമല്ലേ, ഒരെണ്ണം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നു. കാരണം എപ്പോഴും ഇവിടെ അമ്മയെ വിളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇത് ഡാൻസ് കളിക്കുന്ന കുഞ്ഞു റോബോട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ, ക്യൂട്ടായിട്ടുണ്ട്. ഇത് മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് മൊബൈലിൽ പാട്ടിട്ട് കൊടുക്കുക. അതാണ് ഈ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ റോബോട്ടിന്റെ സെക്ഷൻ എല്ലാം ഇതാണ്. ഇത് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അപ്പം ഇവരുടെ ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുന്നത് UWR India എന്നാണ്. എല്ലാവരും ഇവർ ഫോളോ ചെയ്യുക. ഇവരുടെ റോബോട്ടിക്സിന് കണ്ടിട്ടുള്ള വീഡിയോസ് അതിൽ കാണുന്നത് എല്ലാവരും ഇവർ കാണുക. അങ്ങോട്ട് പോവാം. കൊള്ളാല്ലേ?
ഞങ്ങൾക്ക് ചേട്ടൻ വന്നപ്പോഴേ ഹായ് തന്ന് ഞങ്ങള് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഹാർട്ട് വെച്ച് ഈ ഒരു റൗണ്ട് സാധനം വെച്ച് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, പക്ഷെ നീന്തൽ അറിഞ്ഞൂടാ. വെള്ളം വീഴുന്നില്ലേ? ഇതിന്റെ മുകളിൽ ഉണ്ടാകുന്ന നമ്മള് ആഭരണങ്ങൾ ഇടുന്നത് അതിലുള്ള പോലത്തെ പ്രിന്റ് നല്ല രസമുണ്ട് കാണാൻ. സ്വർണം പോലെ ആ സ്വർണം ബാങ്കിൽ എത്ര പൊടി അങ്ങനെ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങള് ഓഷൻ എക്സ്പോയിൽ കയറി. ഞങ്ങളെ മറൈൻ വേൾഡിൽ പോയപ്പോഴത്തേക്ക് ഇതുവരെ കരുതുന്ന ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും കയറി കണ്ടു നോക്കുക. അപ്പം ഇനി നമുക്ക് ഓഷനിലേക്ക് പോകാം. ഫ്രണ്ട്സ് നല്ല അടിപൊളിയാണ്. ഇതിന്റെ അകത്ത് മസ്റ്റ് വാച്ച് പ്ലേസ് ആണ് കേട്ടാ. ഇത് ഈ പച്ച മീനില്ലേ, പച്ച മീനിന്റെ കണ്ണ് നല്ല പച്ച കളറിൽ ഇരിക്കുകയാണ്, നല്ല രസം. പിന്നെ ഇത് ചെറിയ മീൻ തോന്നുന്നുണ്ട്, കുറേ ഉണ്ട്, ഭയങ്കര രസമുണ്ട് കാണാൻ. ഈ ഒരു മുഖം ഇരിക്കുന്നില്ലേ ഞങ്ങള് 4 പേരും ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞങ്ങള് ഇത്ര അടിപൊളി ഇരിക്കുന്ന പ്രതീക്ഷിച്ചില്ല. ഒരുപാട് മീന്, അപ്പുറത്തെ ഷാർക്കുണ്ട്, തെരച്ചിയുണ്ട്, പിന്നെ ഇതേത് മീനാന്ന് അറിയത്തില്ല. ഇത് ഭയങ്കര വലിയ മീൻ, കണ്ണൊക്കെ വലിയത്. ആണ്ടേ അതവരെ എനിമീസ് ആണെന്ന് മനസ്സിലായി. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട്, നല്ല നമ്മൾ മൊത്തത്തിൽ എവിടെ നോക്കിയാലും അടിപൊളിയാണ് കാണാൻ. ഈ മീൻ മൊത്തം നല്ല ഫ്ലോറസിന്റെ കളറാണ്. അപ്പൊ ഈ ബ്ലൂ ലൈറ്റിന് നല്ല രീതിക്ക് തെറിച്ചിരിക്കുന്നത്. ഈ പച്ച മീനിന്റെ കണ്ണ് നല്ല പച്ച കളറിലായിരിക്കും, നോക്കിയാൽ കേട്ടാ, ഫ്ലൂറസന്റ് പച്ച കളർ. ചിലതൊക്കെ ബ്ലാക്ക്, ചിലതൊക്കെ ഫ്ലൂറസന്റ് അല്ലേ.
നെത്തോലി കണക്കൊരു മീൻ ഒന്ന് ചെറുത് ഒരുപാടുണ്ട് കേട്ടോ. ഇനി നല്ല രസമുണ്ട് കാണാൻ. എവിടെ നോക്കച്ചാ മീനെന്ന് ഈ പൂച്ചയൊക്കെ ഉണ്ടാ വെള്ളത്തിന്റെ അകത്ത് ഉറങ്ങാണത്. കുറെ മീനിന്റെ ഇടയിലില്ല. 3 എണ്ണം ഉണ്ട്. 3 എണ്ണം. എനിക്ക് തോന്നുന്നില്ലേ പൂച്ച എടുക്കാതിരിക്കുമോ? കാരണം മൂടയൊന്നും ഒരു ഇത് അനങ്ങുന്നില്ല. പൂച്ചക്ക് ഒരിക്കലും ഞാൻ നിക്കാനും പറ്റൂല. ഗ്ലാസ്സിലാണ് ഇതോ അവിടെ തട്ടിയിരിക്കുന്നുണ്ടാ. കൂടെ അമ്മിരിക്കുന്നത്. അപ്പൊ ഗ്ലാസ്സിനകത്താണ്. അയ്യോ എന്തൊരു ഓട്ടം. കമന്നും ഓ ഇതിന്റെ അത്ര ടണല് കാണുമായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ പൂച്ച ഇങ്ങനെ കിടക്കൂലല്ലോ. ഈ മീനുകളൊന്നുമേ ഈ പൂച്ച അടുത്തോട്ട് പോകുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ഇത് ഒരു ടണലിന്റെ അകത്താണ് കിടക്കുന്നത്. ഇതും വീഡിയോ എടുക്കുന്നുണ്ടായി. അപ്പൊ നമ്മൾ എക്സ്പോ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി അങ്ങോട്ട് സ്റ്റാളുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ അത് വേണ്ട വേണ്ട ഇല്ലൊന്നും വേണ്ട. ജസ്റ്റ് ഇരുന്നോ. ഒരുപാട് വെറൈറ്റി എന്താ പറയാ ചിപ്സ് ഉണ്ട്. കുറെ ഫ്ലേവർ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിച്ചിട്ട് കായുണ്ട്, കടച്ചക്കയുണ്ട്. അടിപൊളിയാണ്. കോവയ്ക്ക, റോബസ്റ്റ, ഇത് റോബസ്റ്റ അല്ലേ? ഇത് റോബസ്റ്റ പെപ്പർ, ബീറ്റ്റൂട്ട്, അത് ക്യാരറ്റ്, അമ്മയുടെ ഇരിക്കുന്ന അതേ ബാഗ് ഇവിടെ ഇരിക്കും. ഫ്രണ്ട്സ്, ഇപ്പൊ ചേച്ചിയുടെ പലാസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിന് 200 രൂപ, 3 എണ്ണത്തിന് 500 രൂപയാണ് എടുക്കുന്നത്. നോക്കൊണ്ടിരിക്കുകയാണ്. അവളെ ടോപ്പില് ഉള്ള കളർ എടുക്കത്തുള്ളൂ. എന്തൊക്കെ കൊണ്ടല്ലോ. ഞങ്ങള് പാവഭാജി പറഞ്ഞു. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പൊ ഫുഡ് കോർട്ടിൽ വന്നേക്കുവാണ്. ഞങ്ങളിങ്ങനെ പാവഭാജി ആണ് പറഞ്ഞത്. ഫസ്റ്റ് ടൈം തിന്നാൻ പോവാണ്. ആദ്യമായിട്ടാണ് പാവഭാജി കഴിക്കാൻ പോണേ. പിന്നെ ഒരിതെന്ന് വെച്ചാല് ഞങ്ങളുടെ ഫോണിന്റെ കവർ മാറ്റി. പഴയ ഫോണിന്റെ കവർന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എന്റെ പേനയുടെ വര, അഴുക്ക്, അത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാറ്റിയെടുത്ത് മഞ്ഞപ്പൊടി വരെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റി നല്ല അടിപൊളി ഒരു കവർ വാങ്ങി. നല്ല ക്യൂട്ടല്ലേ ഇത് കാണാൻ. നല്ല ടേസ്റ്റ് നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ പോവാം. കൊള്ളാം. നമ്മൾ നോർമലില് ദോശ വരെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. അങ്ങനെ ഞങ്ങള് പാവഭാജി കഴിച്ചിട്ട് അടുത്ത ഐസ്ക്രീം ആണ് വെജിറ്റബിള്, വാനിലയും, ഞാൻ സ്പാനിഷ് ഡിലൈറ്റും, അമ്മ ബട്ടർ സ്കോച്ച്, അച്ഛൻ ചായ.
വെറൈറ്റി പായസങ്ങളോ? 38 തരം പായസങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി 5 തരം പായസമാണ് ഇന്നലെ ഞങ്ങൾ ചെയ്തത്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് നവരത്ന പായസമാണ്. അത് ഞങ്ങളുടെ മാത്രം പുതുമുത്തശ്ശിയുടെ മാത്രം പായസമാണ്. അതിലെന്ന് പറഞ്ഞാൽ 9 തരം കൂട്ടുകളാണ് ചേരുന്നത്. അത് വെറൈറ്റി പായസമാണ്. സൗന്ദര്യവർദ്ധനത്തിനും പിന്നെ കഴിക്കുന്നതിനും എല്ലാം നല്ല സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പായസമാണ്. പിന്നെ ഞങ്ങളുടെ അടപ്രധാനം എന്ന് പറഞ്ഞാൽ അതും ഫേമസ് ആണ്. കൊല്ലം ബീച്ചിൽ 7 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നതാ. മുളയരി പായസത്തിന് 60 മുളയരിക്ക് 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം അത് ക്വാളിറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ മുളയരിക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. ക്വാളിറ്റിയാണ്, പോളിഷ് ചെയ്ത് വരുന്ന മുളയരിയ, അഴുക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വില ഈടാക്കുന്നത്. അങ്ങനെ ഞങ്ങള്